മനുഷ്യരെല്ലാവരും ഒരേപോലെയല്ലേ? അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഒരേപോലെയല്ലേ ജീവിതത്തിൽ പെർഫോം ചെയ്യേണ്ടതും വളരേണ്ടതും എന്നൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് ആരെങ്കിലും നിങ്ങളിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതല്ല. മനുഷ്യർ എല്ലാവരും ഒരേപോലെയാണോ എന്ന് ചോദിച്ചാൽ ബ്രെയിനിൻ്റെ വലുപ്പം അതിൻ്റെ ഘടന ഒക്കെ ഒരേപോലെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ പ്രവൃത്തിക്ഷമത കൂട്ടുന്ന ചില ടെക്നിക്സ് ചിലർ വ്യത്യസ്തമായിട്ട് പ്രയോഗിക്കുന്നതുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആകുന്നത്, അല്ലേ? വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് ഫാക്റ്റ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും സർക്കംസ്റ്റൻസസ് അനുസരിച്ചാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതിന് യാതൊരു തർക്കമില്ലല്ലോ. ഒരു എക്സാമ്പിൾ എടുത്ത ഫോറസ്റ്റിൽ ഒരേ തരത്തിലുള്ള ട്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ആ ഡൈവേഴ്സിറ്റി ഉണ്ടാവുമോ? അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഓർഗാനിക് സ്വഭാവം വരുന്നത് എപ്പോഴാണ്? വെൻ യു ഹാവ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ട്രീസ്, അല്ലേ? അല്ലെങ്കിൽ ഒരു കാക്ടസ്, അതിലുണ്ടാകുന്ന ഫ്ലവർ വളരെ വർഷങ്ങൾക്ക് ശേഷം എഫേർട്ട് എടുത്ത് അത് സർവൈവ് ചെയ്ത് ഡെസേർട്ടിൽ സർവൈവ് ചെയ്ത് ഒരു പുഷ്പം ഉണ്ടാക്കുന്നു. അതേസമയം ലോട്ടസ് സർവൈവ് ചെയ്യുന്നത് ഒരു ചെടിയിൽ നിന്നും നല്ല പോലെ എന്താ പറയുക, ആഹാരവും എടുത്ത് വെളിച്ചവും എല്ലാം എടുത്ത് നല്ല പൂക്കൾ തരുന്നു. ഇവരെ രണ്ടുപേരെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് സർക്കംസ്റ്റൻസസ് വേറെ, സീഡ് വേറെ, പിന്നെ ജെനറ്റിക്സ് വേറെ, അല്ലേ? ഇതേ അവസ്ഥ തന്നെ മനുഷ്യന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ്റെ രൂപവും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സാദൃശ്യമുള്ളതല്ലല്ലോ, എല്ലാം വ്യത്യസ്തമല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നോക്കിയിട്ട് ഞാനും അവരെ പോലെ ഭക്തയാണ്, ഞാനും അവരെ പോലെയാണ്, ഞാനും അതേ ദൈവത്തെയാണ് കുമ്പിടുന്നത്, അവർക്ക് മാത്രം എന്തുകൊണ്ട് നല്ലത്, എനിക്കെന്താണ് ഇങ്ങനെ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെയാണ്. അതുകൊണ്ട് അവരുടെ ആൻസേഴ്സ് പകർത്തി എഴുതിയാൽ നിങ്ങൾ തോറ്റുപോകും. ഇത് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? എപ്പോഴും ജീവിതം ഒരു യാത്രയല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രഷപ്പൊക്കെ ആകാം, അല്ലേ? ചിയേഴ്സ്.